ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ ചുമതലയേറ്റതിനു ശേഷം ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട ഒരു കാര്യമുണ്ട്. കണ്ണടച്ചുകൊണ്ട് ഏത് രീതിയിലും ഏത് വിട്ടുവീഴ്ചയ്ക്കും BJP നേതൃത്വവുമായി സഹകരിക്കും. എന്നാൽ ജഗദീപ് ധൻഖർ അങ്ങനെയായിരുന്നില്ല. ധൻഖറെ പടിയടച്ച് പിണ്ടം വയ്ക്കുന്ന രീതിയിൽ BJP നേതൃത്വത്തിനെതിരെ ഭീഷണിയുടെ സ്വരമുയർത്തിയതുൾപ്പെടെ അണിയറയിൽ വ്യക്തമായിരുന്നു. ഇപ്പോഴിതാ കരസേനാ മേധാവിയായ ജനറൽ മനോജ് മുകുന്ദ് നരവനെയുടെ ഓട്ടോബയോഗ്രഫി, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന നിരവധിയായ പരാമർശങ്ങൾ കേന്ദ്ര നേതൃത്വം ഭയക്കുന്നു. ആ പുസ്തകം ബഹിഷ്കരിക്കണം, അല്ലെങ്കിൽ ആ പുസ്തകത്തിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ BJPയുടെ വാറും തുറന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യൻ കരസേനയോ ഇന്ത്യയുടെ സൈന്യമെന്നതോ BJPയുടെ പോഷക സംഘടനയല്ല. BJP അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. RSS പോലെ മറ്റൊരു പോഷക സംഘടനയാക്കി BJPയുടെ തൊഴുത്തിൽ കെട്ടാമെന്ന വിചാരമാണ് ഉള്ളത്. ന്യൂനപക്ഷങ്ങൾക്ക് അവസരം കൊടുക്കാതിരിക്കാൻ നിരവധിയായിട്ടുള്ള പദ്ധതികൾ ബഹിഷ്കരിച്ചുകൊണ്ട് അഗ്നിവീർ പദ്ധതിയുടെ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നരവനെ ഉൾപ്പെടെ മുതിർന്ന സൈനിക മേധാവികൾ പലരും ശ്രമിക്കുമ്പോൾ BJPക്ക് അത് കല്ലുകടിയായി മാറുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. BJPയുടെ സ്വപ്ന പദ്ധതി എന്നത് ഈ രാജ്യത്ത് മതരാഷ്ട്രം സ്ഥാപിക്കപ്പെടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. അതിൽ പലരും വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, രാജ്യം മതരാഷ്ട്രം തന്നെയാണ്, അല്ലാന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഏതായാലും മനോജ് മുകുന്ദ് നരവനെയുടെ ഓട്ടോബയോഗ്രഫിയിൽ ഈ രാജ്യത്ത് പ്രധാനപ്പെട്ട തസ്തികകളിൽ ഇരിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ, പ്രത്യേകിച്ചും ഡിഫൻസ് ഫോഴ്സിന്റെ അധികാര ശ്രേണിയിൽ ഇരിക്കുന്നവർ ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ വൈകുന്നതിന്റെ യഥാർത്ഥ കാര്യം എന്താണ്, ഏതൊക്കെ തരത്തിലുള്ള ഭരണപോരായ്മയാണ് ഈ രാജ്യത്തെ ഡിഫൻസ് പ്രതികൂലമായി ബാധിക്കുന്നത് എന്നത് ഉദാഹരണ സഹിതം പല സന്ദർഭങ്ങളിലൂടെയും അദ്ദേഹം വിവരിച്ചു കാണിക്കുന്നു. ഇതൊരു പക്ഷേ BJP നേതൃത്വത്തിന് ക്ഷീണമുണ്ടാക്കുന്ന, അവരെ ചൊടിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ രാജ്യത്തെ നരേന്ദ്രമോദി വിഭാവന ചെയ്യുന്നത് പോലെ ഹിന്ദുരാഷ്ട്രം എന്ന രീതിയിൽ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമമൊന്നുമല്ല. മോദിക്കെതിരെ FIR തയ്യാറാക്കിയ സഞ്ജീവ് ഭട്ട് ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തെ വേട്ടയാടാൻ ശ്രമിച്ചിട്ട് നാളുകൾ കുറേയായി. ഇത് രാഷ്ട്രീയ കളിക്ക് വേണ്ടിയുള്ള മുതലെടുപ്പാണ് എന്ന് മനോജ് മുകുന്ദ് നരവനെ പോലെ ഒരു അതികായനായ സൈനിക തലവൻ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയിൽ അതിനെ ശക്തമായി സ്ഥാപിച്ചെടുക്കുന്ന രീതിയിലുള്ള തെളിവുകൾ നിരത്തുമ്പോൾ അത് BJP നേതൃത്വത്തിന് കൊള്ളേണ്ടിടത്ത് കൊള്ളും.